ഇൻസ്റ്റയിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൊബൈലിലേക്ക് ഒരു കോള് വന്നു. നമ്പറാണ്. ഞാൻ ഫോൺ എടുത്തു. ഹലോ, ഞാൻ പറഞ്ഞു. ഹലോ, ഇത് അശ്വതി അല്ലേ? എന്നോട് ചോദിച്ചു. അതെ അശ്വതി, ഇത് ഞാനാ, വിശ്വനാഥൻ. മനസ്സിലായോ? ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ ബയോഡേറ്റ അയച്ചില്ലേ? അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ആ, മനസ്സിലായി, പറയൂ സാർ. ആ അതെ അശ്വതി, നാളെ കഴിഞ്ഞ് ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ? ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു. ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു. ആ വരാം സാർ. പിന്നെ അശ്വതി, വരുമ്പോൾ എക്സ്ട്രാ ഡ്രസ്സ് കൊണ്ടുവരണം. കൂടെ ആരാ വരുന്നത്? അത് എൻ്റെ മമ്മി കൂടെ വരും സാറേ. ഓക്കെ അശ്വതി, ഞാൻ ലൊക്കേഷൻ വാട്സപ്പ് ചെയ്യാം. മറ്റ് ഡീറ്റെയിൽസ് കൂടി അയക്കാം. ഓക്കെ സാർ. എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളി ചാടാൻ തോന്നി. ഞാൻ മമ്മിയുടെ അടുത്തേക്ക് ഓടി. മമ്മി അടുക്കളയിൽ ഫുഡ് റെഡിയാക്കാണ്. മമ്മി, ഞാൻ വിളിച്ചു. മമ്മി എന്നെ നോക്കി. ഞാൻ മമ്മിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. മമ്മിക്കും സന്തോഷമായി. മമ്മി പറഞ്ഞു, അച്ചു, നമുക്ക് എന്ത് വില കൊടുത്തും ഇതിൽ ജോയിൻ ചെയ്യണം. അത് കേട്ട് ഞാൻ പുഞ്ചിരിച്ചു. മോളെ, മമ്മി കൂടെ ഉണ്ടടി എല്ലാത്തിനും. മമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഞാൻ അശ്വതി, ഇതെൻ്റെ മമ്മി ഗോമതി. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുകയാണ്. റീൽസൊക്കെ ചെയ്യാറുണ്ട്. സിനിമയിൽ ഓഡീഷൻ ഒരുപാട് പോയതാണ്. അവർ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിടും, പിന്നെ വിളിക്കില്ല. കൂട്ടുകാരൊക്കെ പറഞ്ഞു ഞാൻ ഓഡീഷന് പോയെന്നൊക്കെ. ഇതുവരെ സിനിമയിൽ കാണാത്തത് കൊണ്ട് അവരെന്നെ കളിയാക്കി കൊല്ലുക. സീരിയൽ ഓഡീഷനും പോയി നോക്കി. അതിൽ നിന്നും വിളിക്കാമെന്ന് പറയും, പക്ഷെ വിളിക്കില്ല. അങ്ങനെയാണ് ഷോർട്ട് ഫിലിമിൽ ആളെ വേണമെന്ന് പരസ്യം കണ്ടത്. ഇപ്പോൾ അവരാണ് വിളിച്ചത്. എൻ്റെ ഒപ്പം എപ്പോഴും മമ്മി കൂടെ വരും. മമ്മിയാണ് എനിക്ക് പ്രോത്സാഹനം തരുന്നത്. എൻ്റെ മമ്മി ഗോമതി. മമ്മിക്ക് ചെറുപ്പത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ വീട്ടിൽ നിന്നും വിട്ടില്ല. മമ്മി ഡാൻസൊക്കെ പഠിച്ചതാണ്. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ മമ്മിയെ കല്യാണം കഴിച്ചു വിട്ടു. പിന്നെ ഞാൻ ജനിച്ചു, എൻ്റെ അനിയൻ ജനിച്ചു. മമ്മി പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. പപ്പ ഓസ്ട്രേലിയയിലാണ്. ഞാൻ പപ്പയോട് ഫോൺ വിളിച്ച് പറഞ്ഞു. പപ്പയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ പിന്നെ കെഞ്ചി പറഞ്ഞപ്പോൾ പപ്പ സമ്മതിച്ചു. കുറേ പറയേണ്ടി വന്നു. പുള്ളിക്ക് കലാപരിപാടിയൊന്നും ഇഷ്ടമല്ല. പുള്ളിക്ക് പൈസ ഉണ്ടാക്കണം, ആ ഒരു ചിന്തയേ ഉള്ളൂ. വീട്ടിൽ നിന്നും പോയിട്ട് 6 മാസമായി. ഇനി 2 വർഷം കഴിഞ്ഞേ വരൂ. പപ്പയുടെ അമ്മ വീട്ടിലുണ്ട്. അവർക്കും കലയോട് താല്പര്യമില്ല. അനിയന് സ്പോർട്സിലാണ് താല്പര്യം. അങ്ങനെ അവരയച്ചെന്ന സ്ഥലത്തേക്ക് രാവിലെ ഞാനും മമ്മിയും പുറപ്പെട്ടു. രാവിലെ വീട്ടിൽ നിന്നും ബസ് കയറി 10 മണിയോടെ അവിടെ എത്തി. ഞങ്ങൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ഓട്ടോ പിടിച്ച് ആ റിസോർട്ടിലെത്തി. റിസപ്ഷനിൽ തന്നെ വിശ്വസാറുണ്ടായിരുന്നു. ഞങ്ങളെ വിശ്വസാർ തന്നെ റൂമിലേക്ക് കൊണ്ടുപോയി. ഞാൻ മമ്മിയെ സാറിന് പരിചയപ്പെടുത്തി. സാർ, ഇതാണ് എൻ്റെ മമ്മി ഗോമതി. സാറ് ചിരിച്ചുകൊണ്ട് മമ്മിയെ നോക്കിയിട്ട് പറഞ്ഞു. മമ്മിയായിരുന്നോ? ഞാൻ വിചാരിച്ചു അശ്വതിയുടെ ചേച്ചിയാണെന്ന്. മമ്മി സാറിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനിവളുടെ മമ്മി തന്നെയാ. സാറും ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഗോമതിക്ക് എത്ര വയസ്സുണ്ട്? 40 കഴിഞ്ഞു. ആണോ? കണ്ട 28-ൽ കൂടില്ല. സാറ് മമ്മിയെ നോക്കി പറഞ്ഞപ്പോൾ മമ്മി എന്നെയൊന്ന് നോക്കി. ഞാനും പുഞ്ചിരിച്ചു. റൂമിൽ വേറെ 2 പേരും കൂടിയുണ്ട്. ഒരു ചെറുപ്പക്കാരനും പിന്നെ ഒരു വയസ്സായ ഒരാളും. അയാൾ കസേരയിലിരിക്കുകയാണ്. ചെറുപ്പക്കാരൻ സൈഡിൽ ഭിത്തിയിൽ ചാരി നിൽക്കുന്നു. ഇവരുടെ സംസാരം കേട്ട് അവരും ചിരിക്കുന്നുണ്ട്. വിശ്വസാറ് അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാളാണ്. കട്ടിമീശയും തലയിൽ ചിലയെടുത്ത് മുടി നരച്ചിട്ടുണ്ട്. വെളുത്ത നിറം. അയാൾ കാവിമുണ്ടും ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്. റൂമിൽ 3-4 ചെയർ കിടക്കുന്നുണ്ട്. ഒരു മൂലയ്ക്ക് ഒരു മേശയും, അതിൽ കുറേ വെള്ള പേപ്പറും, പിന്നെ വലിയ കട്ടിലും അതിൽ ബെഡും. അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ്. ഞങ്ങൾ ബാഗ് ഒരു ചെയറിൽ വെച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഞാനാണ് ഡയറക്ടർ വിത്ത് പ്രൊഡ്യൂസർ. ഞാൻ ഒരുപാട് സിനിമയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. കുറേ സിനിമയുടെ പേര് പുള്ളി പറഞ്ഞു. എന്നിട്ട് ആ ചെറുപ്പക്കാരനെ ചൂണ്ടി പറഞ്ഞു, അശ്വതി, ഈ പയ്യൻ അഭിനയിക്കാൻ വന്നതാണ്. പേര് വിഷ്ണു. പിന്നെ ആ മനുഷ്യൻ ആ വയസ്സായ ആളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു,
അതാണ് ക്യാമറമാൻ ബഷീർ. ഈ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നത് അദ്ദേഹമായിരിക്കും. ഞാൻ അയാളെ നോക്കി. നന്നായി മെലിഞ്ഞ് അല്പം മുന്നോട്ട് വളഞ്ഞൊരു മനുഷ്യൻ. അയാൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു, കൂടെ ഞാനും. ഞാൻ വിഷ്ണുവിനെ നോക്കി. അയാളും ചിരിച്ചു, ഞാനും പുഞ്ചിരിച്ചു. ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ എൻജിനീയറിംഗ് കഴിഞ്ഞ് ഒരുപാട് ഓഡിഷൻ നോക്കിയതാ. ആ, ഞാനും അങ്ങനെ ഒരുപാട് അവസരം നോക്കിയതാ. പക്ഷേ അവസരങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. മമ്മിയുമായി പുള്ളി സംസാരിച്ചു. വിഷ്ണു സാർ മേശയുടെ അടുത്തിരുന്ന് എന്തോ എഴുതുകയാണ്. അയാളോട് ചേർന്ന് ബഷീർ സാറും നിൽക്കുന്നുണ്ട്. ഞാനും മമ്മിയും വിഷ്ണുവും പരസ്പരം വിശേഷങ്ങൾ പറഞ്ഞു. അയാളുടെ വീട്ടിൽ അമ്മയും അച്ഛനും ചേച്ചിയുമുണ്ട്. വിഷ്ണുവിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മീശ ഡ്രിം ചെയ്ത് നിർത്തിയിരിക്കുന്നു, അതുപോലെ താടിയും. മമ്മിയെ നോക്കി വിഷ്ണു പറഞ്ഞു, ചേച്ചിക്കും അഭിനയിച്ചൂടെ? നല്ല ഗ്ലാമറാണല്ലോ. മമ്മി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ, എനിക്കിഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ മോളെ അഭിനയിപ്പിക്കണം. അപ്പോൾ തല തിരിച്ചുകൊണ്ട് വിഷ്ണു സാറ് പറഞ്ഞു, ഗോമതി, ഇതിലൊരു അമ്മ വേഷമുണ്ട്. അത് താങ്കൾക്ക് ചെയ്യാമോ? നിങ്ങൾ സുന്ദരിയാണല്ലോ ഈ വിഷ്ണുവിൻ്റെ അമ്മയായിട്ട്. അത് കേട്ടപ്പോൾ മമ്മിയുടെ മുഖം ചുവന്നു തുടുത്തു. മമ്മിക്ക് ചിരിയും സന്തോഷവും വന്നു. അപ്പോൾ വിഷ്ണു പറഞ്ഞു, ഞാനും ചേച്ചിയും അമ്മയും അവനായ പൊളിക്കും. ഞാനും മമ്മിയും അത് കേട്ട് ചിരിച്ചു. വിശ്വ സാർ മമ്മിയെ കുറച്ചു നേരം നോക്കിയിരുന്നു. അപ്പോൾ മമ്മി ഇടയ്ക്ക് മുഖം മാറ്റും. എന്നിട്ട് മമ്മി പതുക്കെ ചിരിക്കും. ഇടയ്ക്ക് എന്നെയും നോക്കും. മമ്മിയെ നോക്കി സാറ് പറഞ്ഞു, എടോ, താൻ ഓക്കെ ആണെങ്കിൽ ആ റോള് തനിക്ക് തരാം. മമ്മി എന്നെ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മി പ്ലീസ് സമ്മതിക്കേ. മമ്മി സാറിനെ നോക്കി തല കുലുക്കി. സാറ് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നാ താനും ഓഡീഷൻ ചെയ്യണം. മമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓക്കെ, സാറിൻ്റെ ഇഷ്ടം. മോൾ അഭിനയിപ്പിക്കാനാണ് എനിക്കിഷ്ടം. അത് കേട്ടപ്പോൾ സാറ് പറഞ്ഞു, അവൾക്കും നല്ലൊരു വേഷമുണ്ട്. ഇതൊരു പ്രണയ കഥയാണ്. ഞങ്ങളെ നോക്കി സാറ് പറഞ്ഞു. ഞങ്ങൾ സാറിനെ നോക്കിയിരുന്നു. വിഷ്ണു ബെഡിലാണ് ഇരിക്കുന്നത്. ഞാനും മമ്മിയും കസേരയിൽ. സാറ് പറയാൻ തുടങ്ങി, അതായത് സുലോചനയുടെ മകനാണ് ഉണ്ണി. ഉണ്ണി പ്രണയിക്കുന്ന പെൺകുട്ടിയാണ് മീനാക്ഷി. ഉണ്ണിയുടെ മീനാക്ഷിയുടെ പ്രണയം സുലോചനയോട് ഉണ്ണി പറയുന്നു. ഉണ്ണി മീനാക്ഷി സുലോചനയ്ക്ക് ഒരു ദിവസം പരിചയപ്പെടുത്തുന്നു. ഞങ്ങൾ സാറ് പറയുന്നത് കേട്ടിരുന്നു. സാറ് വീണ്ടും പറയാൻ തുടങ്ങി, മീനാക്ഷി അവളുടെ അച്ഛനെ പിന്നീട് ഒരു ദിവസം ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അയാളെ കണ്ട് സുലോചന നെട്ടുന്നു. പണ്ട് തൻ്റെ പഴയ കാമുകനായിരുന്ന മാധവനാണ്. പിന്നീട് ഇവർ വീണ്ടും പ്രണയിക്കുന്നതാണ് കഥ. ഇതിൽ പ്രണയമാണ് മെയിൻ. ഞങ്ങളെ നോക്കി സാറ് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ബഷീർക്ക, ആദ്യം അശ്വതി ഡാൻസൊക്കെ ഷൂട്ട് ചെയ്യണം. എന്നെ നോക്കി സാറ് പറഞ്ഞു, അശ്വതിക്ക് ഡാൻസ് അറിയാലോ അല്ലേ? ആ, അറിയാം സാർ. ഓക്കെ, എന്നാൽ ഒരു ക്ലാസിക്കൽ ഡാൻസ് ചെയ്യും. ഞാൻ മൊബൈൽ ഓണാക്കി ഒരു ക്ലാസിക്കൽ സോങ് വെച്ച് ഡാൻസ് ചെയ്തു. അത് ബഷീർക്ക് ഷൂട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ അത് മോണിറ്ററിൽ എന്നെ കാണിച്ചു. പിന്നെ എന്നോട് ഒരു സിനിമാറ്റിക് ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അതും ചെയ്തു. ഞാനത് മോണിറ്ററിൽ കണ്ടപ്പോൾ അറിയാതെ ചിരിച്ചുപോയി. ഞാൻ ഡാൻസ് ചെയ്തപ്പോൾ എല്ലാം തുള്ളിക്കളിക്കുന്നുണ്ടായിരുന്നു. തുള്ളിക്കളിക്കുക മാത്രമല്ല, എല്ലാം വ്യക്തമായി കാണുകയും ചെയ്യായിരുന്നു. പിന്നെ വിഷ്ണുവിനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചു. അവനെ കൊണ്ട് സെൻറ്റിമെൻറ്റ് സീൻ ചെയ്യിപ്പിച്ചു. പിന്നെ എന്നെയും വിഷ്ണുവിനെയും കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചു. ഞങ്ങൾ ഡാൻസ് ചെയ്തപ്പോൾ പരസ്പരം തട്ടിയും മുട്ടിയുമാണ് ഡാൻസ് ചെയ്തത്. അതൊക്കെ മമ്മിയും സാറും നോക്കിയിരുന്ന് കണ്ടു. എന്നിട്ട് മമ്മിക്ക് വളരെ സെൻറ്റിമെൻറ്റ് സീൻ കൊടുത്തു. മമ്മി അത് വളരെ കൂളായി അഭിനയിച്ചു. സാറ് പറഞ്ഞു, ഗോമതി, നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. മമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് അവസരം തന്നില്ലെങ്കിലും മോൾക്ക് അവസരം കൊടുക്കണേ സാറേ. സാറ് മമ്മിയെ നോക്കി. അപ്പോൾ മമ്മി പറഞ്ഞു, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം മോൾക്ക് അവസരം കൊടുത്താൽ. അത് കേട്ട് സാറ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗോമതി, ഇതിലിവൻ്റെ അമ്മ അഭിനയിക്കുന്നത് ഗോമതി ആയിരിക്കും. മമ്മി വിഷ്ണുവിനെ നോക്കി. അവനും സന്തോഷമായി. അവൻ മമ്മിയെ നോക്കി ചിരിച്ചു. എന്നിട്ട് സാറ് പറഞ്ഞു, ഗോമതിയും വിഷ്ണുവും കൂടി അമ്മയും മകനുമായി അഭിനയിച്ചേ. സാറ് സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു. മമ്മി വിഷ്ണുവിനോട് ചേർന്ന് നിന്ന് അഭിനയിച്ചു. അതുപോലെ അവനും.
പിന്നെ വേറൊരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു. അമ്മയോട് മകൻ്റെ സ്നേഹപ്രകടനമാണ് സീൻ. മമ്മിയെ പുണർന്നുകൊണ്ട് അഭിനയിക്കാൻ അവൻ മമ്മിയെ വാരി പുണർന്നുകൊണ്ട് ഡയലോഗ് പറഞ്ഞുകൊണ്ട് അഭിനയിച്ചു. മമ്മിയും അവനോട് നന്നായി സഹകരിച്ച് നിന്നു. മമ്മിയും അവനും ചേർന്ന് നിന്നപ്പോൾ കറക്റ്റ് അമ്മയും മോനും. സാർ അവനെ അഭിനന്ദിച്ചു. എന്നിട്ട് മമ്മിയോട് സാറ് പറഞ്ഞു, നിങ്ങൾ കറക്റ്റ് അമ്മയും മോനെയും പോലെ തന്നെ. ബഷീർക്ക് ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി പറഞ്ഞു, മോളെക്കാളും ചേർച്ച ഇവനാ, കറക്റ്റ് അമ്മയും മോനും. അത് കേട്ട് ഞാൻ പുഞ്ചിരിച്ചു. മമ്മി വിഷ്ണുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു, മോനെ നീ ഇവളെ വിളിക്കുന്ന പോലെ എന്നെ മമ്മീന്ന് വിളിച്ചോ. അത് കേട്ട് അവൻ ചിരിച്ചു. അപ്പോൾ മമ്മി അവനോട് ചോദിച്ചു, മോന് ബുദ്ധിമുട്ടില്ലല്ലോ? ഏയ് ഇല്ല, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ബഷീർക്ക് പറഞ്ഞു, എന്നാ വിഷ്ണു ഗോമതിയെ നോക്കി മമ്മീന്ന് വിളിച്ചേ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ഞങ്ങൾ അവനെ നോക്കി, അവൻ മമ്മിയെ നോക്കി. മമ്മി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു. അവൻ മമ്മിയെ മെല്ലെ വിളിച്ചു, മമ്മി. ആഹാ കൊള്ളാലോ, വിശ്വ സാർ പറഞ്ഞു. എന്നിട്ട് എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അശ്വതിക്ക് കുഴപ്പമുണ്ടോ വിഷ്ണു നിൻ്റെ മമ്മിയെ മമ്മിന്ന് വിളിച്ചതിൽ? ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വിഷ്ണുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, എന്നാൽ അശ്വതിയും വിഷ്ണുവും കൂടി ഒരു റൊമാൻറ്റിക് സീൻ ചെയ്തേ. ഞാനും വിഷ്ണുവും റെഡിയായി നിന്നു. സിറ്റുവേഷൻ പറഞ്ഞു. ഒരു മുറിയിൽ അശ്വതിയെ കാണാൻ വിഷ്ണു രാത്രി വന്നിരിക്കുകയാണ്. ബഷീർക്ക ക്യാമറ ഓണാക്കി. ഞങ്ങൾ അഭിനയിക്കാൻ തുടങ്ങി. എന്നിൽ നിന്നും അവൻ അകലം പാലിച്ചു നിന്നു, അതുപോലെ ഞാനും. അത് കണ്ട് സാറ് പറഞ്ഞു, കുറച്ചുകൂടി ഇടപഴകി അഭിനയിക്ക്. പിന്നെയും ഞങ്ങൾ അഭിനയിച്ചു. അവൻ എന്നോട് ചേർന്ന് നിന്നപ്പോൾ ഞാൻ അല്പം നാണത്തോടെ നിന്നു. മമ്മി എന്നെ നോക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു മടി എനിക്കുണ്ട്. സാറ് പറഞ്ഞു, അശ്വതി അങ്ങനെയല്ല. അപ്പോൾ മമ്മി ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി പറഞ്ഞു, അച്ചു നിങ്ങൾ പ്രണയത്തിലാണ്, അവൻ നിന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ മോള് കുറച്ചും കൂടി റൊമാൻറ്റിക് ആയി ചെയ്. അപ്പോൾ മമ്മിയെ നോക്കി സാറ് ചോദിച്ചു, മോളെ അച്ചു എന്നാണ് വിളിക്കുന്നത്? ആ അതെ, അവളെ വീട്ടിൽ അങ്ങനെയാണ് വിളിക്കുന്നത്. മമ്മി എന്നെ നോക്കിയിട്ട് സാറിനോട് പറഞ്ഞു. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു, അച്ചു. ഞാൻ സാറിനെ നോക്കി പുഞ്ചിരിച്ചു. സാറും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഞങ്ങൾ നിന്നെ അച്ചുവിനെ വിളിക്കൂ. മോൾക്ക് അഭിനയിച്ച് കാണിച്ചു തരണോ? ആ വേണം, സാറും മമ്മിയും കൂടി ഒന്ന് അഭിനയിച്ച് കാണിച്ചതാ. ഞാൻ പറഞ്ഞു. മമ്മിയെ സാറ് നോക്കി ചോദിച്ചു, ഗോമതി റെഡിയാണോ? എന്തായാലും തനിക്കൊരു പ്രണയമുണ്ട്, തന്നെ കാണാനും ഒരാൾ വരും. മമ്മി സാറിനെ നോക്കി ചോദിച്ചു, ആരാ സാറേ എൻ്റെ കാമുകനായി വേഷം ചെയ്യുന്നത്? സാറ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ഞാൻ തന്നെയാ. അത് കേട്ട് മമ്മി പുഞ്ചിരിച്ചു. എന്നിട്ട് സാറ് പറഞ്ഞു, നമുക്ക് ആ സീൻ ഒന്ന് അഭിനയിച്ചാലോ? ആ ഓക്കെ. മമ്മി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ബഷീർക്ക. സാറ് അയാളെ നോക്കി. വിശ്വ നന്നായിട്ട് അഭിനയിക്ക്, ബഷീർക്ക പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനും വിഷ്ണുവും ബെഡിലിരുന്നുകൊണ്ട് അവരെ നോക്കി. അവർ പരസ്പരം നോക്കി ചിരിച്ചിട്ട് സാറ് ആക്ഷൻ പറഞ്ഞു. മമ്മി കൊഞ്ചിക്കൊണ്ട് സാറിനോട് ചേർന്ന് നിന്നു. മമ്മിയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് സാറ് പറഞ്ഞു, എടി നിന്നെ ഓർത്തിട്ട് കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, അതാണ് ഞാൻ ഈ രാത്രി ഇങ്ങ് വന്നത്. മമ്മിയെ സാർ അടുപ്പിച്ച് നിർത്തി. മമ്മിയും സാറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്കെന്നും പ്രിയപ്പെട്ടതാണ് എൻ്റെ ഏട്ടൻ. മമ്മിയും സാറും ഒരുപാട് ചേർന്നാണ് നിൽക്കുന്നത്. എൻ്റെ സുലോചനെ സാറ് വിളിച്ചു. എന്നിട്ട് മമ്മിയെ ചേർത്ത് വിളിച്ചു. സാറ് മമ്മിയെ വാരിപ്പുണർന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് വിഷ്ണു. ഞാൻ അവനെ നോക്കിയപ്പോൾ അവൻ്റെ നോട്ടം എവിടേക്കാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അവർ കുറച്ചു നേരം അങ്ങനെ നിന്നപ്പോൾ ബഷീർക്ക് പറഞ്ഞു, വിശ്വ മതിയടാ. അവർ ചിരിച്ചുകൊണ്ട് മാറി. എന്നിട്ട് പരസ്പരം നോക്കി ചിരിച്ചു. ബഷീർക്ക അത് മോണിറ്ററിൽ കാണിച്ചപ്പോൾ മമ്മിയുടെ മുഖത്തെ തിളക്കം ഞാൻ കണ്ടു. മമ്മിയെ കിട്ടിയ അവസരത്തിൽ സാറ് നന്നായി മുതലെടുത്തു. മമ്മിയോട് ബഷീർക്ക് പറഞ്ഞു, എടോ ഗോമതി, താൻ ശരിക്കും നെട്ടിച്ചു. നല്ല റൊമാൻറ്റിക് സീനാട്ടോ. വിശ്വ താനും കലക്കിയിടോ. മമ്മിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സാറ് പറഞ്ഞു. ആ അതെ, ഞാനും ഇത്രയും നന്നായി താൻ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത് സാറേ,
സാറിൻ്റെ അഭിനയം കണ്ടപ്പോൾ ഞാൻ അറിയാതെ ചെയ്തു പോയതാ, മമ്മി പറഞ്ഞു. അപ്പോൾ സാറ് എന്നെ നോക്കി പറഞ്ഞു, എടാ അച്ചു, താൻ ഇതുപോലെ ചെയ്. ആ ഓക്കെ സാർ. പിന്നെ ഞാനും വിഷ്ണുവും കൂടി അതുപോലെ ചെയ്യാൻ തുടങ്ങി. വിഷ്ണു എന്നെ പുണർന്നു, എന്നിട്ട് ഡയലോഗ് പറഞ്ഞു. ഞാനും പറഞ്ഞു. ഞങ്ങളെ നോക്കി സാറും മമ്മിയും ഇരുന്നു. പക്ഷേ എന്തോ ആ സമയത്ത് എനിക്ക് അഭിനയിക്കുന്ന പോലെയല്ല തോന്നിയത്. മറ്റെന്തോ പോലെ എൻ്റെ ഉള്ളിലേക്ക് കൂടുന്നുണ്ടായിരുന്നു. ഞാൻ മമ്മിയെ നോക്കാൻ പോയില്ല. വിഷ്ണു എന്നിൽ കൂടുതൽ ചേർന്നിരുന്നു. അപ്പോഴേക്കും സാർ കട്ടു പറഞ്ഞു. ഞങ്ങൾ വിട്ടുമാറി പരസ്പരം നോക്കി ചിരിച്ചു. കൊള്ളാം, സാറ് പറഞ്ഞു. ഞാൻ മമ്മിയെ നോക്കി. മമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ചു, കാണുന്നവർക്ക് തോന്നണം ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന്. അത് കേട്ട് സാറ് പറഞ്ഞു, ആ സത്യം, ഞാനിനി ഗോമതി എന്ന് വിളിക്കില്ല, സുലോചനയെന്നേ വിളിക്കൂ. മമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ സാറിൻ്റെ ഇഷ്ടം. അപ്പോൾ വിഷ്ണു പറഞ്ഞു, മമ്മിക്ക് ഗോമതി എന്നുള്ള പേരിനേക്കാളും ചേർച്ച സുലോചന എന്നാണ്. എൻ്റെ സുലു മമ്മി. ആഹാ, അത് കൊള്ളാലോ, സുലു. സാറ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ബഷീർക്ക് പറഞ്ഞു, ഇനി സുലു മതി, അത് മതി. ഞങ്ങൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് അത് അംഗീകരിച്ചു. അപ്പോൾ മമ്മി വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ ഇന്നു മുതൽ ഞാൻ നിൻ്റെ സുലു മമ്മിയാണ്. അവനും ചിരിച്ചുകൊണ്ട് മമ്മിയെ വിളിച്ചു, സുലു മമ്മി. ഞാനും മമ്മിയെ നോക്കിക്കൊണ്ട് കൊഞ്ചിക്കൊണ്ട് വിളിച്ചു, എൻ്റെ സുലു മമ്മി. എല്ലാവരും അത് കേട്ട് ചിരിച്ചു. പിന്നീട് ഞാനും വിഷ്ണുവും കൂടി ഒരു റൊമാൻറ്റിക് സീൻ ചെയ്തു. മമ്മിയും സാറും കൂടി അതുപോലെ റൊമാൻസ് ചെയ്തു. പിന്നെ ഞാനും സാറും അച്ഛനും മകളുമുള്ള കോമഡി സീൻ ചെയ്തു. വിഷ്ണുവും സാറും കൂടി ഒരു സീരിയസ് സീൻ ചെയ്തു. കുറേ സാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ പല പല സീനുകൾ ഞങ്ങൾ അഭിനയിച്ചു. പിന്നെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. പരസ്പരം എല്ലാവരും വിശേഷങ്ങൾ പറഞ്ഞു. സാറ് തമാശ പറഞ്ഞു. എന്നെയും മമ്മിയും കളിയാക്കി. മമ്മിയും സാറിനെ കളിയാക്കി. ഞാനും വിഷ്ണുവും കൂടി മമ്മിയുടെയും സാറിൻ്റെയും പ്രണയ സീൻ പറഞ്ഞ് കുറേ കളിയാക്കി. അവ രണ്ടുപേരും ഞങ്ങളെയും കളിയാക്കി. മമ്മി ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. മമ്മിക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മമ്മി ഓപ്പണായി സംസാരിച്ചു. വീട്ടിൽ പപ്പയുടെ അമ്മ, അവർ ഞങ്ങൾ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ അപ്പോൾ പറയും എൻ്റെ കുറ്റം പറയാണെന്ന്. അതിനുള്ള മറുപടിയും അപ്പോൾ തന്നെ അനിയൻ അപ്പു പറയും. ഇവിടെ വന്നപ്പോൾ മമ്മിയും ഞാനും ആകെ മാറി. എനിക്ക് തമാശ പറയാനുള്ള അവസരം കിട്ടി. മമ്മിക്കും അതുപോലെ തന്നെ. സാറ് ഞങ്ങളോട് വളരെ ഫ്രീ ആയി സംസാരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ വളരെയധികം അടുത്തു. ഒരുപാട് നാളത്തെ പരിചയം പോലെ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിനൊരു കോള് വന്നു. സാറ് പുറത്തേക്ക് പോയി. ഞങ്ങൾ 4 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറ് ബഷീറൊക്കെ പുറത്തേക്ക് വിളിച്ചു. അപ്പോൾ വിഷ്ണു ഞങ്ങളോട് പറഞ്ഞു, ഈ ഷോർട്ട് ഫിലിം നടക്കായിരിക്കും അല്ലേ മമ്മി? മമ്മി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, എന്ത് വില കൊടുത്തും ഇതിൽ അഭിനയിക്കുക അല്ലേ അച്ചു? എന്നെ നോക്കി മമ്മി പറഞ്ഞു. ഞാനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നടക്കും, നമുക്ക് അവസരം കിട്ടും. എൻ്റെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത്. അവർ ചിരിച്ചു. അപ്പോൾ മമ്മി പറഞ്ഞു, ഇവർ കുഴപ്പമില്ലാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു. ആ, എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്, വിഷ്ണു പറഞ്ഞു. കുറച്ചു നേരം സംസാരിച്ച് ഞാൻ റൂമിൻ്റെ ഒരു ജനൽ നോക്കി. അവിടെ ഒരു കർട്ടൻ കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഞാൻ ആ കർട്ടൻ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളുണ്ട്. ജനലിൻ്റെ തൊട്ടടുത്ത് ഒരു വാതിലുണ്ട്. ഞാൻ ആ വാതിൽ തുറന്നു. എന്നിട്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തെത്തി. അപ്പോഴേക്കും വിഷ്ണുവും അങ്ങോട്ട് വന്നു. ചെറിയൊരു പൂള്, വെള്ളത്തിൻ്റെ അടി കാണാം. ഒത്തിരി താഴ്ചയില്ല, ഒത്തിരിയൊന്നും നീന്താൻ പറ്റില്ല. അത് കണ്ടുകൊണ്ട് മമ്മി അങ്ങോട്ടേക്ക് വന്നു. ഞങ്ങൾ അവിടെ നിന്നും കുറേ സംസാരിച്ചു. അപ്പോൾ മമ്മി പറഞ്ഞു, ഇവിടെ നിന്നും പോകാൻ തോന്നുന്നേയില്ല. ആ ശരിയാ മമ്മി, നമുക്ക് 2 ദിവസം നിന്നിട്ട് പോയാലോ? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു, അതെ, ഇവിടെ നന്നായി അനുഭവിക്കണം അല്ലേ മമ്മി? മമ്മി അവനെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ശരിക്കും എല്ലാം അനുഭവിക്കണം അല്ലേ വിഷ്ണു? ആ ശരിയാ മമ്മി. ഞാൻ മമ്മിയെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, മമ്മിക്ക് വിഷ്ണു സാറിനെ നന്നായി പിടിച്ചെന്ന് തോന്നുന്നു? അത് കേട്ടപ്പോൾ മമ്മി ചിരിച്ചുകൊണ്ട് നിന്നു. അത് കണ്ട് വിഷ്ണു പറഞ്ഞു, മമ്മിയും വിഷ്ണു സാറും
റൊമാൻറ്റിക് സീൻ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. എന്തൊരു ഒറിജിനാലിറ്റി ആയിരുന്നു. മമ്മിക്ക് ആ നിൽപ്പ് നന്നായി ഇഷ്ടപ്പെട്ടല്ലേ? അത് കേട്ട് മമ്മി ഒന്ന് ചിരിച്ചു. പറ മമ്മി, മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ മമ്മിയോട് ചോദിച്ചു. അപ്പോൾ മമ്മി വിഷ്ണുവിനെ നോക്കി. അപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോഴൊക്കെ അല്ലേ മമ്മി ഇങ്ങനെയൊക്കെ പറ്റൂ. ആ, അത് ശരിയാ മോനെ. എൻ്റെ ഹസ്ബൻഡ് ഇതുവരെയും എന്നെ ഒന്ന് സ്നേഹിച്ചിട്ടില്ല. അച്ചു, അങ്ങനെ നീ കണ്ടിട്ടുണ്ടോ? മമ്മി എന്നെ നോക്കി ചോദിച്ചു. ഇല്ല മമ്മി, ഞാൻ പറഞ്ഞു. എന്നിട്ട് മമ്മിയെ നോക്കി ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നാ മമ്മിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ. ഇവിടെ നമ്മളെ പരിചയമുള്ള ആരുമില്ല. മമ്മി നന്നായി എൻജോയ് ചെയ്തോ. ഞാനത് പറഞ്ഞപ്പോൾ മമ്മി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും സാർ അങ്ങോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഫുഡ് കഴിച്ചാലോ? ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തൂടി നടന്നു. ചില ഗസ്റ്റുകൾ വന്നും പോയി നിൽക്കുന്നു. ചിലർ ബെഞ്ചിലിരുന്ന് ബുക്ക് വായിക്കുന്നു, ചിലർ സംസാരിക്കുന്നു, ചിലർ പ്രണയിക്കുന്നു. എന്നിട്ട് ഞാനും മമ്മിയും വിഷ്ണുവും റൂമിലേക്ക് വന്നപ്പോൾ സാർ എന്തൊക്കെയോ എഴുതുകയാണ്. ഒപ്പം ബഷീറുമുണ്ട്. മമ്മി സാറിനോട് ചോദിച്ചു, സാറേ, ഈ റിസോർട്ട് നല്ല മനോഹരമാട്ടോ. എന്നാൽ നമുക്ക് 2 ദിവസം ഇവിടെ താമസിച്ചാലോ സുലു? മമ്മിയെ നോക്കിക്കൊണ്ട് സാറ് ചോദിച്ചു. അപ്പോൾ വിഷ്ണു പറഞ്ഞു, സാറേ, മമ്മിക്കിവിടെ പിടിച്ചിരിക്കുന്നു. ഈ റിസോർട്ടിനെ പറ്റി മമ്മി വാതുറത് സംസാരിക്കായിരുന്നു. അയ്യോ, അതല്ല സാറേ, ഇവിടെ നല്ല ഭംഗിയുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഇതുപോലുള്ള സ്ഥലത്ത് ഇടയ്ക്കൊന്ന് താമസിക്കണം അല്ലേ മമ്മി? ഞാൻ പറഞ്ഞു. അത് കേട്ട് സാറ് പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്, മമ്മിയും മോളും കൂടി ഇവിടെ 2 ദിവസം താമസിക്ക്, ഞാനും കമ്പനി തരാം. അപ്പോൾ വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൂടെ ഞാനും നിൽക്കാം കമ്പനിക്ക്. അവൻ സാറിനെ നോക്കിയാണ് അത് പറഞ്ഞത്. സാറ് ഞങ്ങളെ നോക്കി പറഞ്ഞു, എൻ്റെ മനസ്സിൽ കുറേ കഥകളുണ്ട്. ഞാൻ 3 കഥ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ സാറിനെ നോക്കി. അപ്പോൾ സാറ് പറഞ്ഞു, ഒരു കഥ വളരെ റൊമാൻറ്റിക്കാണ്. ആണോ? എന്നാ അതൊന്ന് പറ സാറേ, മമ്മി പറഞ്ഞു. സാറ് കഥ പറയാൻ തുടങ്ങി. കഥ കേട്ടതും ഞങ്ങൾ 3 പേരും ഒരുമിച്ച് നെട്ടി. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനിയിവിടെ നടക്കുന്നത് എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അടിയിലെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയാൽ മതി കേട്ടോ. അതിൽ കയറിയാൽ എനിക്ക് നേരിട്ട് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.